ഇന്ന് ഭയങ്കര ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടായിരുന്ന ദിവസമായിരുന്നു. കുറച്ച് നേരം മടി പിടിച്ചിരുന്നതിന് ശേഷം 4 മണിക്ക് കിച്ചണിൽ കയറി ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ തന്നെ ലൈക്കും ഒക്കെ ചെയ്യാം കേട്ടോ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ 4 മണിയൊക്കെ ആയി കിച്ചണിൽ കയറുമ്പോൾ പെട്ടെന്ന് തന്നെ നാഷ്ട ഉണ്ടാക്കണം, നോമ്പ് തുറക്കാനുള്ള എല്ലാ സംഭവങ്ങളും, അതായത് ജ്യൂസ് കടിയൊക്കെ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ തട്ടിക്കുട്ട് നോമ്പ് തുറയാണെന്ന് ശരിക്കും പറഞ്ഞാല്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി കൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു റെസിപ്പി ഉണ്ട്, അതും പിന്നെ കുറച്ച് ബീഫിന്റെ കൈമ ഉണ്ട്, ഇതുകൊണ്ടൊരു കടിയും പിന്നെ ജ്യൂസും ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് വീഡിയോയിലോട്ട് നേരെ. അപ്പോൾ ഞാൻ ഇതേ ഒരു പാത്രത്തിന് അരിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓട്ടട അരിപ്പൊടി കൊണ്ട് ഓട്ടട ഉണ്ടാക്കുന്നത്. സാധാരണ മൈദയിലൊക്കെയല്ലേ ഓട്ടട ഉണ്ടാക്കുക. അപ്പോൾ ഇത് അരിപ്പൊടി കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. 1 കപ്പ് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. സാധാ അരിപ്പൊടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 1/2 മൂടി തേങ്ങയാണ്. ഈ 1/2 മൂടി തേങ്ങ ഇതിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1 കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1 മുട്ട മതി. അതുപോലെ ഒരു 1/2 കപ്പ് തേങ്ങയും മതി. ഇതിപ്പോൾ ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ളതുകൊണ്ട് 2 മുട്ടയും ഇതും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓട്ടടയ്ക്ക് ഒരു മധുരം ഉള്ളത് നല്ലത് തന്നെയാണ്. തേങ്ങയുടെ മധുരം കൂടി ഉണ്ടാവും. പിന്നെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഓടി വരാം. അപ്പോൾ അതേ ഞാൻ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ തിക്ക് കൂടുതലാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് ഇതിൻ്റെ കട്ടി കുറയ്ക്കാനായിട്ട് ഇനി ഇതൊരു ഭാഗത്തിരിക്കട്ടെ. നമുക്കിത് ലാസ്റ്റ് ഒഴിച്ചാൽ മതി. ഒക്കെ പൊട്ടിക്കും. ഐസിനോടെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അടുത്ത നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള പണികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാനിതേ കുറച്ച് കൈമ വാങ്ങി വെച്ചിട്ടുണ്ട്. ബീഫിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു പാത്രം ഞാൻ പറയാതെ നമുക്ക് കുറച്ച് 2 സാധനങ്ങൾ വന്നിട്ടുണ്ട് അല്ല വാങ്ങിച്ചതാണ്. ആമസോൺ വഴിയാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതെനിക്ക് ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ ഉപയോഗപ്പെടുന്ന നല്ല അടിപൊളി പാത്രങ്ങളായിരുന്നു. പിന്നെ ഇത് ഞാൻ ആമസോണിലൂടെ വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന GoPaisa എന്ന് പറഞ്ഞൊരു ആപ്പ് വഴിയാണ് വാങ്ങിച്ചത്. ഈ ആപ്പിൽ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പ് വന്നിട്ട് ചിലർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ഓൺലൈൻ കൂപ്പൺ ആൻഡ് ക്യാഷ് ബാക്ക് ആപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ GoPaisa ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് ഇപ്പോൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ഇതിലൂടെ വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ക്യാഷ് ബാക്ക് കിട്ടും കേട്ടോ. ഇതിലുള്ള ഓരോ ഓഫറിന് പുറമെ, ആമസോണിന് പുറമെ ഉള്ള ഓഫറിന് പുറമെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയും ചെയ്യും. അതൊരു നല്ല കാര്യമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്ന് പറയുമ്പോൾ ഇതിൽ 1500-ൽ പരം ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ലൈക്ക് അജിയോ, മിന്ത്ര, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇതുപോലെയുള്ള ഒരുപാട് ബ്രാൻഡുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൽ കയറിയിട്ട് ഇത് മുഖാന്തരം വാങ്ങുകയാണെങ്കിൽ എക്സ്ട്രാ പൈസയും കിട്ടും. പോരാത്തിന് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മളിത് റെഫർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു ക്യാഷ് ബാക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2500 രൂപ അവർക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ 10% നമുക്കും ക്യാഷ് ബാക്ക് കിട്ടും. അതായത് 250 രൂപ കിട്ടും കേട്ടോ. അപ്പോൾ GoPaisa ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അതിലൂടെ കയറിയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പം തന്നെ ഒരു 25 രൂപയും കൂടി. കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, എല്ലാ ഫ്രൈഡേയും ഡബിൾ ധമാക്ക ഓഫർ ഉണ്ട്. ആ സമയത്ത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതിന് പുറമെ ഒരു ക്യാഷ് ബാക്കും കൂടെ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇനിയൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ മുൻകൂട്ടി ഈ കാർഡിലൊക്കെ ഓരോ സാധനം ഇട്ട് വെച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ചെയ്യരുത്. അത് വന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഇതിലൂടെ തന്നെ വാങ്ങണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്യാഷ് ബാക്ക് ഓഫർ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഈ 2 ജാറിന് എന്ന് പറയുമ്പോൾ 700 രൂപയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ GoPaisa വഴി വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ 8% കുറഞ്ഞതാണ് ഇതിൻ്റെ ഒരു വില. ഒരു 50 രൂപയൊക്കെ നമുക്ക് കമ്മിയാക്കി കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ ഡബിൾ ധമാക ഓഫർ ആ സമയത്ത് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, വൗ സയൻസ്, പിന്നെ അതുപോലെ അപ്പോളോ ഫാർമസി, ഇതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഡബിൾ ധമാക ഓഫറിൽ ഡബിൾ ക്യാഷ് ബാക്കും കൂടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലോത്തിങ്, ട്രാവലിങ്, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് GoPaisa വഴി അതായത് നമ്മുടെ ഈ ഒരു ലിങ്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലൂടെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ക്യാഷ് ബാക്കും കൂടെ കിട്ടും. ഇനി ഇതെങ്ങനെയാണ് വാങ്ങാമെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലിങ്കിൽ കയറിയിട്ട് ഇതുപോലെ GoPaisa ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഫോൺ നമ്പറോ ഇമെയിൽ ഐ ഡിയോ വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആയി വരും. ഇതിൽ 1500-ൽ പരം ബ്രാൻഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് നമ്മൾ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ആമസോണാണ് കേട്ടോ ചൂസ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് ഏതാണോ വാങ്ങിക്കാൻ ഇഷ്ടം അത് കൊടുക്കുക. ആ ഒരു ബട്ടൺ, യെല്ലോ കളർ ബട്ടണിൽ അത് അമർത്തണം കേട്ടോ. എന്നിട്ട്
നമുക്ക് ആവശ്യമുള്ള സാധനം സെർച്ച് ചെയ്യുക. ഇതേ നമ്മുടെ ബോട്ടിലുണ്ട്. അപ്പോൾ 699 രൂപയാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 8% നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ടും കിട്ടുന്നതായിരിക്കും. എന്നിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുക. ഇനി അടുത്ത സാധനം നമുക്ക് നോക്കാം. നമ്മുടെ മറ്റേ ജാറ് വാങ്ങണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇതേ അത് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 439 രൂപയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 8% കൂടെ നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടെ പ്ലേസ് ഓർഡർ കൊടുക്കുക. ഇത് നമ്മുടെ ഓർഡർ ആയിട്ടുണ്ട്. ഈ ഓർഡർ ചെയ്ത സാധനങ്ങൾ നമ്മൾ ക്യാൻസലൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ 24 to 48 അവേഴ്സിൻ്റെ ഉള്ളിൽ ആ ഒരു പൈസ നമ്മുടെ ക്യാഷ് ബാക്ക് കിട്ടിയ പൈസ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്രെഡിറ്റ് ആവും കേട്ടോ. അത് നമുക്ക് പൈസ ആയിട്ട് തന്നെ യൂസ് ചെയ്യാനാണ്. മുട്ടത്തിന്നെ നോക്കട്ടെ. ചുച്ചുക്ക് മഞ്ഞ ഇഷ്ടമല്ല. ഇതില് പുട്ടുണ്ട്. അത് ഇഷ്ടാവുന്നു. അത് ഇഷ്ടമാണ്. ശരി, നീ കഴിച്ച. മാഷാഅല്ലാ. നിനക്ക് വൈറ്റ് മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ ബീഫിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതൊന്ന് ഉള്ളി ഇത് കണ്ടില്ലേ, സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി മാത്രം ചെയ്ത് തുടങ്ങാം. ഇനി ഞാൻ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാവുന്ന നേരത്ത് ഞാനിന്ന് ദോശമാവ് കൊണ്ടാണ് കടി ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ദോശമാവ് ഉണ്ടാവും. അപ്പോൾ ദോശമാവ് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു കടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഫ്രിഡ്ജ് ഒരുപാട് പേര് കാണിക്കണം എന്ന് പറയുന്നത്. ഇൻഷാല്ലാ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫ്രിഡ്ജിലേക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പൊ അതൊക്കെ റെഡി ആയതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ദോശമാവിന്റെ കൂടെ ഞാൻ ദേ ഒരു പിടി ഉള്ളി, തക്കാളി ചെറുതായിട്ടാണ് അരിയേണ്ടത്. ഇപ്പൊ ഇത് വലുതാണ്, ഇതൊന്ന് കട്ട് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിടാം കേട്ടോ. ഇത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ പാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം, ഞാനിപ്പോൾ ചൂടാകുന്നതിന് മുമ്പ് ഇടാൻ പോണ പോലെ ഉണ്ട്. പാത്രം നല്ല ചൂടാണ് കേട്ടോ, അതുകൊണ്ട് ഇടുന്നത്. നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കൈമ ഇടുക. ഇത് ഞാൻ അത്താഴത്തിനുള്ളതും പിന്നെ നമ്മുടെ കടിക്കുള്ള ഇതും കൂടെ ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ വേവിച്ചിട്ടില്ല, അങ്ങനെ ഇടാനേ. വേവിച്ചിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്കിത് കൈമ ആയതുകൊണ്ട് വെന്ത് കിട്ടും എന്നുള്ള ആ ഒരു വിശ്വാസം ഉള്ളതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് 1/2 ടീസ്പൂണോളം ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, പട്ട ഗ്രാമ്പ് പൗഡർ കേട്ടോ 2 പിഞ്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി നന്നായിട്ട്, മെയിനായിട്ടുള്ള സാധനം മാത്രം നമ്മൾ ഇട്ടിട്ടില്ല, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിങ്ക് സോൾട്ടാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തക്കാളി കുഞ്ഞതാക്കിയിട്ട് ഞാനൊന്ന് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. സമയമില്ലാത്തടത്തൊക്കെ ഇതാവുമ്പോൾ പ്രശ്നമാണ്. ഡ്രിങ്കിന് വേണ്ടിയിട്ട് കുറച്ച് ഇടയിൽ കൂടെ ചിയാ സീഡ് ഇത്തിരി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് റെഡിയാവും. അതിന് വേണ്ടിയിട്ടാണ്. നേരത്തെ നമ്മൾ ദോശമാവിൽ ഉള്ളി മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ട് ഈ ഒരു സംഭവം കൂടെ, അതായത് പച്ചമുളക്. എനിക്കിത് ഭയങ്കര പേടിയുള്ള സാധനമാണ്. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് നേരെ ഇനി ദോശ ഇടാൻ പോവാം. ദോശ ചുടുമ്പോഴേക്കും അതൊന്ന് വെന്ത് കിട്ടും കേട്ടോ. നമുക്കിതിന് മൺചട്ടി വേണം എന്നൊന്നുമില്ല. നമ്മുടെ സാധാ ദോശക്കല്ല് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചുടാൻ പറ്റും. പിന്നെ ദേ ഞാനിതിൽ അത്താഴത്തിന് ഇവർക്ക് വേണ്ടത് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതെടുത്ത് അവർ ചൂടാക്കി കഴിച്ചോളും. ഓവനിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കാം. ഞാൻ ഈ പാത്രം അടുപ്പ് സ്റ്റവ് നിർത്താനേ, ഇവിടെ പണിയില്ല. തണുത്തതിന് ശേഷം ഇത് നമ്മൾ അപ്പോൾ നമുക്കിനി ഇതേ ഈ സംഭവം ചൂടാറിയ പിന്നെ ഈ മാവിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതാണ് നമ്മൾ സ്നാക്ക് ആക്കാൻ പോകുന്നത്.
ഇത് ഹോൾസ് വന്ന് തുടങ്ങുന്നുണ്ട് കണ്ടില്ലേ. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചാൽ ആദ്യമായിട്ടാ. നമ്മുടെ മാവിലേക്ക് നമ്മുടെ കീമാൻ്റെ ഈ കൂട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവിലേക്ക് ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം ഇറങ്ങട്ടോ. ഒന്ന് ഇടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ദോശ പോലെ വിളിക്കാനൊന്നല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. ദോശ പോലെ വിളിക്കാനോ വിചാരിച്ച് അല്ല. റനാൻ്റെ ആ തെറ്റ് തരുന്നത് നമ്മൾ മാറ്റിയിരിക്കുന്നു. ടെൻറ്റടേ. ഇനിയാണ് പണി. ഇത് നമ്മുടെ കുഴിയപ്പക്കല്ലേ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ വെച്ചതോ ഓരോ കുഴിയിലും കുറച്ച് ഓയിൽ വെച്ചാണ്. കുഴിപ്പണിയാരത്തിന് എടുത്തിട്ടുള്ള ഓരോ സാധനം എടുത്ത് വെച്ചാൽ അടിപൊളി റെസിപ്പി റെഡി. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് ലൂസാക്കിയിട്ടില്ല കേട്ടോ. എല്ലാ മിക്സും കൂടെ ഒന്നിച്ചാണ് ആക്ച്വലി ഉള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാലാണ് കേട്ടോ. ഇതിൽ കുറച്ച് എനിക്ക് ഇതത്രയും മാറ്റുന്നുണ്ട്. ഇതൊരു ഫ്രൂട്ട് സലാഡ് ഇതിലുണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഇതിനാണ് നമ്മൾ മറ്റേ ചിയാ സീഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആപ്പിളൊക്കെ കട്ട് ചെയ്ത് ഇട്ടിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിടാം. പിന്നെ ബദാം കട്ട് ചെയ്തിട്ടിടാം. പഞ്ചസാര കൂട്ടാതെ കഴിക്കണേ അത്രയും നല്ലത്. പക്ഷെ നമുക്കത് പറ്റൂലല്ലോ. അപ്പോൾ എന്തെങ്കിലും മധുരത്തിനിടാം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വേഗം നമ്മുടെ ജ്യൂസിൻ്റെ പരിപാടി നോക്കാം. ഇതിനകത്ത് നോക്കിയാൽ വല്ല ഗുഹയായിരിക്കും. എല്ലാം തോണ്ടി എടുത്ത് കഴിക്കൂ. സെൻറ്റർ ഭാഗം എൻ്റെ പ്രിയപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് ഓടി വരാം. ഇത് നമ്മുടെ കടി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ പറയാം. ഇത് ഭയങ്കര ഈസിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും, എനിക്ക് ഉറപ്പുണ്ട്. കുറച്ച് വീണ്ടും എണ്ണ ഓരോന്നിൽ ഒഴിച്ച് കൊടുക്കാം. ഫുള്ളാക്കണ്ട ശരിക്കും പറഞ്ഞാൽ ഇത്രയും മാത്രം വെച്ചെടുത്താൽ മതി. ഇപ്പം ഞാനത് ഈ സാലഡ് എൻ്റെ ഒരു ഫ്രൂട്ട് സലാഡ് പോലെ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കണതാണ്. ഇതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കണം കേട്ടോ. പക്ഷേ ഈത്തപ്പഴം ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഈത്തപ്പഴം ഇക്ക വരുമ്പോൾ വാങ്ങിത്തരാം. ഇനിയിപ്പോൾ ഇക്ക വരുമോ എന്നുള്ളത് അറിയില്ല. ഇക്ക പർച്ചേസിന് വേണ്ടിയിട്ട് ഒരു അലച്ചിലാണ്. പാവൻ്റെ ഇക്ക പോയില്ലെങ്കിൽ പോയില്ല പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് പോയാൽ അയ്യോ കാണാനില്ലാതെ പറഞ്ഞിട്ട് പറയും. അപ്പോൾ ശരി കൊടുക്കാം. ബദാമൊക്കെ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഫിഗ് ഇടുന്നുണ്ട്. പിന്നെ പിസ്ത ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഒക്കെ തന്നാൽ പിന്നെ ഇതിലേക്ക് ഇടാൻ പറ്റൂല. ഇത് കുടിക്കാൻ വേണ്ടേ ചുറ്റുമണിക്ക്? അതാണ് പറഞ്ഞത്. നമ്മുടെ ജ്യൂസും ഇവിടെ റേനക്കുട്ടിയാണ് കേട്ടോ ബാക്കി ജ്യൂസിൻ്റെ പണികൾ ചെയ്തത്. നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് നോമ്പ് തുറയുടെ ആ വീഡിയോയിൽ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ലേ, ബദാം പിസിനാണ്. തമിഴ്നാട്ടിൽ കടൽപ്പാസി അങ്ങനെയൊക്കെ പറയുന്ന സാധനം. വയറ്റിന് നല്ല തണുപ്പാണ്. നോമ്പെടുത്തവർ കുടിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് പ്രത്യേക ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഇതിനകത്തിട്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ ഞാനൊരു 3 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇനി മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് കേൾക്കട്ടെ. ഉച്ചയിടയിൽ ഇങ്ങനെ നോക്കിക്കോ ചുറ്റിൻ്റെ പരിപാടി. കഴിഞ്ഞാ കൈ കൂറൂട്ടത്. ചുച്ചുമണി എന്തൊക്കെയാ കാണിക്കുന്നത്? ഒഴിച്ചോ വെള്ളം ഒഴിച്ചോ. ഇനി ഒഴിച്ചോ അടിക്ക് വെള്ളം ഒഴിക്കുക. അപ്പോൾ തണ്ണിമത്തൻ ജ്യൂസിലേക്ക് ബാക്കി ഉണ്ടായിരുന്നു നമ്മുടെ ചിയാ സീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട്
ചെയ്യാനാണ് എനിക്ക് എന്താണിത്? അപ്പൊ അതെ 6 മണി 5:45 5:45 നമ്മുടെ എല്ലാ പണികളും ഒച്ചുണ്ടാക്കല്ലേ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഗോപൈസയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ അതിലൂടെ കയറി സാധനം ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൂടെ കയറി നിങ്ങൾക്ക് സാധനം വാങ്ങുകയാണെങ്കിൽ ക്യാഷ് ബാക്ക് ഉറപ്പായും കിട്ടും. നമ്മൾ നേരിട്ട് ഏതൊരു ആപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും എന്തായാലും ഒരു 10-20 കിട്ടിയാലും നമുക്ക് ലാഭമല്ലേ. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ഇനി നോമ്പുറക്ക് വാങ്ങിച്ചത് കൈമിട്ടിട്ട് കുഴിപ്പണിയാരം പോലെ ചെയ്തു കടി അതിനുണ്ട്. അമ്മ വെച്ച് തരാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതില് കൈയിടല്ലേ ഇഷ്ടപ്പെട്ടാ സൗണ്ടില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഭയങ്കര ടയേർഡും ക്ഷീണവും ഉള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ടാണ് 4 മണിക്ക് കിച്ചണിലേക്ക് കയറിപ്പോയത് കേട്ടോ. പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഒക്കെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. അപ്പോൾ വെറുതെ എന്തിനാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ മാസം ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറി ചെയ്തതായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും, ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാ എങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.